ഈപ്പനെതിരെ ചില്ലറ തമാശകൾ ചെയ്തു കൂട്ടിയെന്നല്ലാതെ അവന്റെ തായ്തടിയിൽ തുടർന്നൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. അനന്തമായ പണം, ഹാർഡ് കറൻസി, അതാണ് ഈപ്പന്റെ ശക്തി. അതീ തൊട്ട് കളിക്കണമെങ്കിൽ അറക്കളം ബായിയായിട്ട് കാര്യമില്ല. സാക്ഷാൽ അറക്കളം പീലിയായി പുനർജനിക്കണം. നീ കക്കാനും മോഷ്ടിക്കാനൊന്നും പോണ്ട. ചേമ്പേരിക്ക് അപ്പുറത്തൊരു മന്ത്രവാദിയുണ്ട്, അച്ചട്ട. നമുക്ക് ഈപ്പനിട്ടൊരു കൂടോത്രം വെപ്പിച്ചാലോ? പുഴുത്ത് ചാവും. കള്ളസ്വർണ്ണമായിരിക്കണം ഈപ്പന്റെ ട്രംപ് കാർഡ്. ബോംബെ കണക്ഷൻസ് ഇല്ലാണ്ട് ഗോൾഡ് കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ത്രൂ ജാക്കിർ അലി. പേടിക്കാതെ തങ്കു, ഇതൊരു സേഫ് പ്ലേ ആണ്. ജാക്കിർ അലിയെ വിളിച്ച് ഈപ്പന്റെ ഗോൾഡ് കണക്ഷൻസ് അന്വേഷിക്കുന്നു. സാമാന്യം തെറ്റില്ലാത്ത ഒരു കൺസൈൻമെന്റ് നമ്മൾ ഒറ്റുന്നു. സ്വർണം പിടിച്ചു കൊടുത്താൽ ഒറ്റുകാരന് 20%. തൽക്കാലം അത് മതി, ഒരു സ്റ്റാർട്ടർ ഡോസ്. हेलो, शकीर अली बोल रहा हूँ. हाँ, अरकलम भाई. What a surprise. Come on, tell me. ठीक है, no problem भाई. സൗത്ത് ഇന്ത്യൻ ഗോൾഡ് മൂവ്മെന്റ്സ് മുഴുവൻ നമ്മുടെ സത്താറാം സേട്ടിന്റെ വകയാ. അതെ, ഒറ്റക്കണ്ണൻ. എന്താ നമ്മുടെ കക്ഷിയുടെ പേര്? ഇട്ടി ഈപ്പൻ, മലയിൽ ജുവലേഴ്സ്. Okay, bye. Done. Thank you, Zakir. ഏത് മുതു പോല? അയ്യോ, സാറായിരുന്നോ? ആരാ സാർ ഇത്? ബേബി മുതലാളി. മതി മതി. അയ്യപ്പുള്ള സാറേ, ഓ, നല്ല കളക്ഷൻ ആണല്ലോ. മാസാവസാനായിരിക്കും അല്ലേ? അത് പിന്നെ പിള്ളേരുടെ ഫീസ്, ഗ്യാസ്, മൊബൈലിന്റെ ബില്ല്, പീടികയിലെ പറ്റ്, ശമ്പളം കൊണ്ട് വല്ലതും ആവോ? പാടോ ഓടോ. എന്താ സാറേ? ഒരു മലങ്കോട് വന്ന് പെട്ടിട്ടുണ്ട്. ഇച്ചിരി പൊന്ന. അയ്യോ, അത് റിസ്കാ. ഒരു റിസ്കും ഇല്ല. താൻ എന്നോട് നിന്നാ മതി, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു ലീഗൽ സപ്പോർട്ട് അത് മതി. ആ, ലീഗലാണെ മറ്റവനാ നല്ലത്. അവന് SLC പാസ്സാ. ഞാൻ അവനെ വിളിക്കാം. താ മതി. ഇയാളെക്കാരാ പോലീസിലെടുത്തത്? ഈ നമ്പറിൽ ഒരു കോളീസ് വരും, മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ. താൻ തന്നെ കൈ കാണിക്കണം. അവൻ നിർത്തോ? ഒരു സാധ്യതയില്ല. അല്ല പിന്നെ, നമ്മുടെ വണ്ടിക്കൊന്നും പിക്കപ്പ് ഇല്ല സാറേ. അതുകൊണ്ട് അങ്ങനെ ഓടിച്ചിട്ട് പിടുത്തൊന്നും നടക്കുകയില്ല. അവൻ പോട്ടെ സാറേ. അങ്ങനെ പോയാ പറ്റുകയില്ലല്ലോ അയ്യപ്പൻ പിള്ളയെ. അയ്യപ്പൻ പിള്ള എന്റെ പുറകെ ഇരുന്നാ മതി, നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാം. പിടിക്കുന്ന സ്വർണത്തിന്റെ 20% ഒറ്റുകാരനുള്ളതാ. തന്റെ ഭാഗം തനിക്കിട്ട് താൻ ഹാപ്പിയാണേ. എവിടുന്ന്? ശതമാനത്തിന്റെ കാര്യമൊക്കെ ഞാൻ ജീവിച്ചിരുന്നാലല്ലേ സാറേ? സാറേ, ഞാൻ ചത്താൽ ആ കാശ് എന്റെ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ വാക്ക് പറഞ്ഞ വാക്കായപ്പൻ പിള്ളേ. അപ്പൊ ചാവൂന്ന് ഉറപ്പാ? അതേ വണ്ടി. പോയി തടയേ. സ്റ്റോപ്പ്! ഞാനാ. എടാ, അവന്മാരെ മിസ്സായി. വിടരുത്, പിടിച്ചോണം. ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. അയ്യപ്പൻ പിള്ളേ, എടോ അയ്യപ്പൻ പിള്ളേ, കേറാൻ. അല്ല പിന്നെ, കളി അയ്യപ്പൻ പിള്ളയോടാ. അറക്കളം ബായ്. എടാ, ബോംബെയിലെ മീൻ കച്ചവടക്കാരനായാലും ശരി, സ്വർണ്ണ കച്ചവടക്കാരനായാലും ശരി, നേരെ ചൊവ്വേ അല്ലെങ്കിൽ അറക്കുളം ബായിയോട് മുട്ടാൻ നിൽക്കല്ല. നീ ആ വണ്ടിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. അല്ല പിന്നെ. അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താടോ? DSP ഒന്ന് ഓഫീസ് റൂമിലിരിക്കുന്നു. സാറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു.
പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കാലൻ എനിക്കുള്ള ക്രെഡിറ്റിന്റെ ഓഹരി പറ്റാൻ വന്നതായാല് അതിനെന്താ ഇപ്പൊ ചെയ്യാ? സാർ, വളരെ സാഹസികമായ ഒരു ഓപ്പറേഷനിലൂടെയായിരുന്നു സാർ ഞാൻ സാധനം പിടിച്ചെടുത്തത്. പക്ഷെ പ്രതികൾ രക്ഷപ്പെട്ടു. സാരമില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരെ പൊക്കിയിരിക്കും. ഇതാരാ സാറേ? ഇദ്ദേഹം മിസ്റ്റർ പത്മനാഭൻ ആചാരി, കൊല്ലംകോടുള്ള ശ്രീകൃഷ്ണ ജ്വല്ലറിയുടെ ഉടമയാണ്. താൻ പിടിച്ച സ്വർണം ഇദ്ദേഹത്തിന്റെ വകയാണ്. അത് ശരി, വയസ്സുകാലത്ത് തനിക്ക് കള്ളക്കടത്താണല്ലേ പണി? മിസ്റ്റർ അയ്യപ്പൻ, സാർ, ഇദ്ദേഹം കള്ളക്കടത്തുകാരനൊന്നുമല്ല, സ്വർണ്ണ വ്യാപാരിയാ. ബോംബെയിൽ നിന്ന് സ്വർണം വാങ്ങി കേരളമടക്കമുള്ള സദേൺ സ്റ്റേറ്റ്സിൽ വിൽക്കാൻ അംഗീകൃത ലൈസൻസ് ഉള്ളയാൾ. താൻ പിടിച്ച സ്വർണം ഇദ്ദേഹം ബോംബെയിലെ സത്താറാം സവേരിൽ നിന്ന് വാങ്ങിയതാ, ബില്ല് സഹിതം. വേണമെങ്കിൽ പരിശോധിക്കാം. സാർ, അത് എൻ്റെ കണ്ണട അപ്പുറത്താണ് സാർ. ഓക്കെ, ഗോ ആൻഡ് ചെക്ക്. സാധനങ്ങൾ ഇപ്പൊ റിലീസ് ചെയ്യടോ. സാർ, യൂസ്ലെസ്. യെസ് സാർ. ബേബി മുതലാളി എവിടെ? പോയി സർ. പോയോ? പോയി. എന്റെ തൊപ്പി പോയി എന്ന് ഉറപ്പായി. അല്ല പിന്നെ ഇതാണ് സാറ് പറഞ്ഞ ശ്രീകൃഷ്ണ ജ്വല്ലറി. സ്വർണ്ണ ബിസ്ക്കറ്റ് പോയിട്ട് 2 പവൻ തികച്ചു പണിയാനുള്ള കപ്പാസിറ്റി ആ കടക്കില്ല. അതൊരു കട പോലുമല്ല, ഒരു സ്റ്റെയർ കേസിന്റെ മൂല. എവിടെ ബേബി, ഈ പപ്പനാമൻ ആചാരി ആരാ? ഒരു സാധാ സ്വർണ്ണ പണിക്കാരൻ. ആ കട അയാളുടെ കൃത്യമായിട്ട് വാടകയും കൊടുക്കുന്നുണ്ട്. കക്ഷിക്ക് മക്കളില്ല, ബേസിക്കലി ഉഴപ്പന. ഒരു 4-5 കൊല്ലം മുമ്പ് ഭാര്യ മരിച്ചോടെ പപ്പനാവ പണിക്കൻ ഫുൾ ടൈം തന്നെയായി. അതോടെ തലയുടെ സെൻട്രൽ ഷാഫ്റ്റ് പോയി മെന്റലായി. നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഭ്രാന്താശുപത്രിയിലാക്കി. കക്ഷി ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിലാണ്, കോർപ്പസ് ക്രിസ്റ്റി ഓൾഡ് ഏജ് ഹോം. പപ്പനാഭൻ വൃദ്ധസദനത്തിൽ നിന്നും പൂട്ടിയിട്ട സ്വർണ്ണക്കടയിലേക്ക് വാടക അയച്ചു കൊടുക്കുന്നു. അയക്കുന്നത് പപ്പനാവനാണോ എന്നറിയില്ല. കടയുടമയ്ക്ക് വാടക കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എടാ, നീ പോലീസ് സ്റ്റേഷനിൽ കണ്ട പപ്പനാവനും കൊല്ലംകോട്ട സ്വർണ്ണക്കടക്കാരനും ഒരാൾ തന്നെയാണോ? ആൾമാറാട്ടം അല്ലല്ലോ? അല്ല. പപ്പനാവൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ ആ കടയ്ക്കകത്ത് കണ്ടു. ജാക്കിറിലെ ഞാൻ വീണ്ടും വിളിച്ചു. അവൻ തറപ്പിച്ച് പറയുന്നു ബോംബെയിലെ സത്താറാം സവേരിക്ക് സ്വർണത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്ന ഈപ്പനാണ്. ഈപ്പൻ തന്നെയാണ് പണം കൊടുത്തത്. അതിന് തെളിവുണ്ട്. പാലക്കാട് ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. പണം ചെക്കായിട്ട് കൊടുത്ത സ്ഥിതിക്ക് വൈറ്റ് മണിയാണ്. സ്വന്തം പേരിലുള്ള വൈറ്റ് മണി കൊടുത്ത് മറ്റൊരാളുടെ പേരിൽ ബ്ലാക്ക് സ്വർണം വാങ്ങിക്കുക, അതെന്ത് ടെക്നിക്കാണെന്ന് മനസ്സിലായില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഈപ്പന് വൃദ്ധമന്ദിരത്തിൽ എന്താണ് ഇൻവോൾവ്മെന്റ്? അതെ, അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. കോർപ്പസ് ക്രിസ്റ്റി എന്ന ഓൾഡ് ഏജ് ഹോമിൽ മലയിൽ ഈപ്പൻ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്?